ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന പറയുന്നുണ്ട്, നമ്മുടെ ഓഫീസ് പൊട്ടിക്കാനാണ് വിജയ് ശങ്കറിന്റെ തീരുമാനമെങ്കിൽ അത് വിപുലീകരിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഈ ഓഫീസിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. നമുക്ക് കൂട്ടായി പുതിയൊരാൾ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ക്രിക്കറ്റ് ദീപ്തി മോഹൻ എടുത്ത കേസ് ജയിക്കാൻ അവൾ ഏതറ്റം വരെയും പോവും. വേഷവും കെട്ടി ഏത് തൊണ്ടി മുതലും കണ്ടുപിടിക്കും. ഇതെല്ലാം ഇല്ലാതാക്കാനും അവൾ മിടുമിടുക്കിയാണ്. അവളാണ് അർച്ചന അസോസിയേറ്റ്സിലേക്ക് വരുന്ന പുതിയ അഡ്വക്കേറ്റ് എന്ന് അർച്ചന അസിസ്റ്റന്റ് വക്കീലിനോട് പറയാണ്. ഞാനും ദീപ്തിയും ഒരേ ലോ കോളേജിലായിരുന്നു. അതേ അവസ്ഥകളൊക്കെ തന്നെയായിരുന്നു അവൾക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടായത്. മുതൽ നമുക്കൊപ്പം അവളും ഉണ്ടാവുമെന്ന് പറയാണ്. പിന്നീട് ദീപ്തി പിച്ചക്കാരിയുടെ വേഷവും കെട്ടി ജയിക്കാൻ വേണ്ടി തെളിവുകളെല്ലാം ഒരാളിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് വരികയാണ് കോടതിയിലേക്ക്. കോടതിയിലെത്തുന്നതും നോ പാർക്കിംഗ് ഏരിയയിൽ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്ന കണ്ട് ദീപ്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓട്ടോക്കാരനോട് പോയി ഇതിവിടെ നിർത്തിയിടാൻ പാടില്ലെന്ന് പറയാണ്. ആ ഓട്ടോക്കാരനപ്പോ നിങ്ങൾ ആരാണ്, ഞാൻ ഇത് ഇവിടെ തന്നെ നിർത്തിയിടുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കേസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത് ഞാൻ കേസാക്കുമെന്ന് ദീപ്തി പറയുമ്പോ ഓട്ടോക്കാരൻ പേടിച്ചുകൊണ്ട് ദീപ്തിയോട് പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഈ ഓട്ടോറിക്ഷ ഇവിടെ നിന്നും മാറ്റിയിടാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും അർച്ചനയുടെ അസിസ്റ്റന്റ് വക്കീലും വരുന്നുണ്ട്. പിന്നീട് ദീപ്തിയെയും വിളിച്ചുകൊണ്ട് അവര് ഓഫീസിനകത്തേക്ക് പോവുകയാണ്. പിന്നീട് അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്, നീ വന്നു തുടങ്ങിയപ്പോ തന്നെ എല്ലാവരും നിയമം പഠിച്ചു തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട്, നമ്മൾ നിയമം പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കാനല്ലേ പറയാണ്. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മുടെ ഓഫീസ് ലേഡി സ്പെഷ്യൽ ആണ്, നീ അങ്ങനെ വേണം നമ്മുടെ ഓഫീസ് അറിയപ്പെടാനെന്ന് അർച്ചന പറയുന്നുണ്ട്. ദീപ്തി അപ്പൊ ചോദിക്കുന്നുണ്ട്, അർച്ചനെ, നിന്റെ ശത്രു വിജയ് ശങ്കറിന്റെ ഓഫീസ് ഇതിനപ്പുറത്തല്ലേ? ആയാലും വിജയ് ശങ്കറിനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അയാൾക്ക് കുറച്ച് പണികൾ ഒപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. 1 by 1 ആയി നമ്മളത് തുടങ്ങുമെന്ന് ദീപ്തി പറയുമ്പോ അർച്ചന ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറയാണ്. പിന്നീട് വിജയ് ശങ്കറിനെ കാണിക്കുന്നുണ്ട്. വിജയ് ശങ്കർ ആണെങ്കിൽ വക്കാലത്ത് തോറ്റതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓഫീസ് റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ജഗദീഷ് വക്കീലിനോട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ കേസ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഇനി ഈ കോടതിയിൽ ആർക്കും തന്നെ ആ കേസ് കിട്ടാൻ പാടില്ല. അവസാനം കറങ്ങി തിരിഞ്ഞ് ആ കേസ് എന്റെ അടുത്തേക്ക് തന്നെ വരണമെന്ന് പറയാണ്. അപ്പോഴേക്കും വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റ് വക്കീൽ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് നിന്നും കേസ് വേണ്ടെന്ന് പറഞ്ഞു പോയ അവര് അർച്ചന വക്കീലിന്റെ അടുത്ത് പോയി ആ കേസ് കൊടുത്തു. നീ അവരാണ് ആ കേസ് വാദിക്കാൻ പോകുന്നത്. അവരുടെ ഓഫീസ് ഇപ്പോൾ ലേഡീസ് സ്പെഷ്യൽ ആണ്, അങ്ങനെയാക്കാനാണ് അവര് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ അസിസ്റ്റന്റ് വക്കീല് വിജയ് ശങ്കറിനോട് പറയാണ്. എല്ലാം കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതിനെല്ലാം അർച്ചനയ്ക്ക് തിരിച്ചടി കൊടുക്കും, അതൊന്നും അവൾക്ക് താങ്ങാനാവില്ലെന്ന് പറയാണ്. അതിനുശേഷം അർച്ചനയും ദീപ്തിയും കൂടി ഇവിടെ ഒരു കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അപ്പോഴത്തെ മുഖ്യ വിഷയം വിജയ് ശങ്കർ തന്നെയാണ്. ദീപ്തിയെ അർച്ചനയോട് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ 4 കേസാണ് വിജയ് ശങ്കറിൽ നിന്നും പിടിച്ചെടുത്തത്. അർച്ചന അസോസിയേറ്റ്സ് വിജയ് ശങ്കറിന്റെ ഓഫീസിനേക്കാൾ വളരുകയാണെന്ന് അയാൾക്ക് തോന്നണമെന്നൊക്കെ ദീപ്തി പറയുന്നുണ്ട്. അപ്പോഴാണ് ആ കടയിലേക്ക് വിജയ് ശങ്കറും വരുന്നത്. വിജയ് ശങ്കർ അപ്പോ ഒരു ചായ ഓർഡർ ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയും ദീപ്തിയും സംസാരിക്കുന്നത് അയാൾ കേൾക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ക്യാഷിനോട് ഇത്രയും ആർത്തിയുള്ള ഒരു വക്കീലിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കക്ഷിയെ കിട്ടിയാൽ തന്നെ അയാൾ പിഴിഞ്ഞ് ചാറെടുക്കും. എന്നെ കുറെ ദ്രോഹിച്ച ആളല്ലേ അയാൾ. നീ ഇങ്ങനെ ഒരു വക്കീലാവുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ എന്തായാലും ഉറക്കമില്ലാത്ത ഒരു ഹതഭാഗ്യവാനായിട്ടുണ്ടാവും അയാൾ എന്നൊക്കെ ദീപ്തി പറയുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് ശങ്കർ ദേഷ്യത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, അയാൾക്ക് എന്ത് സംഭവിച്ചാലും അതെന്നെയൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് ചെയ്ത് കാണിക്കണമായിരുന്നു. അത്രേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു നിയോഗമായെന്ന് അർച്ചന പറയാണ്. ദീപ്തിയപ്പ പറയുന്നുണ്ട്, ഇനി അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ആ വിജയ് ശങ്കറാണ് ഇപ്പോൾ ലോയേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അല്ലേ? ആളെ വലിച്ച് താഴെയിറക്കിയിട്ട് നീ ആ സ്ഥാനത്ത് വരണം. എന്തായാലും ഉടനെ തന്നെ നടക്കുമെന്ന് ദീപ്തി പറയുമ്പോ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വന്ന് വിജയ് ശങ്കർ അവരുടെ അടുത്തേക്ക് പോയി അവരോട് ദേഷ്യപ്പെടുകയാണ്. ഈ അർച്ചനെ എന്നെ തകർക്കാനാണോ നീ ഈ ദീപ്തിയെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്? നീയൊക്കെ ഇനി എന്തിനിറങ്ങി പുറപ്പെട്ടാലും എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അടുത്ത് നിന്നും തട്ടിയെടുക്കുന്ന കേസുകൾ കോടതിയിൽ വരട്ടെ, നീയൊന്നും ഒന്നിലും ജയിക്കാൻ പോകുന്നില്ലെന്നൊക്കെ വിജയ് ശങ്കർ പറയുമ്പോ അത് കേട്ട് അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. എടി പൊടി എന്നൊക്കെ വിളിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവളെ പോയി വിളിച്ചാൽ മതിയെന്ന് പറയാണ്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കൊന്നും ശരിക്കും അറിയില്ല. ഇനിയാണ് നിങ്ങളെല്ലാം ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നതെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഞാൻ അറിയാത്ത വിജയ് ശങ്കർ ഒന്നുമല്ലല്ലോ നിങ്ങൾ എന്നെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം എന്റെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ആരാണെന്ന് നീ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലെന്ന് അർച്ചന പറയാണ്. പിന്നീട് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ പോവുകയാണ്. ദീപ്തി
വിക്കിയപ്പോ അർച്ചനയോട് പറയുന്നുണ്ട് എന്തായാലും അയാളുടെ സമാധാനം പോയെന്ന് ഇപ്പോൾ ഉറപ്പായി എന്ന് പറയാണ്. ഓഫീസിൽ നിന്നും ഇറങ്ങി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിജയ് ശങ്കർ അർച്ചനയോടുള്ള ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അർച്ചന അവൾ എല്ലായിടത്തും എന്നെ അപമാനിക്കുകയാണ്. എന്നെ തകർക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം. ഇതിനു മുന്നേ തന്നെ അവളെ നിലം പരിശാക്കണം. എനിക്ക് ഈ എക്സ്പീരിയൻസിന് മുന്നിൽ അവള് തളർന്നു വീഴുന്നത് കാണുന്നത് വരെ എനിക്ക് ഇനി വിശ്രമമില്ലെന്ന് വിജയ് ശങ്കർ പറഞ്ഞുകൊണ്ട് വീണ്ടും സ്പീഡോടുകൂടി കാർ ഓടിക്കുകയാണ്. പിന്നീട് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാനാണ് വിജയ് ശങ്കർ, എനിക്ക് തന്നെ അത്യാവശ്യമായി ഒന്ന് കാണണം. ഓഫീസിലേക്കൊന്നും വരണ്ട, സ്ഥലം ഞാൻ അറിയിക്കാം, ഇവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതിനെ തകർക്കാനുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് വിജയ് ശങ്കർ മുന്നോട്ട് പോകുന്നത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.